എൻ്റെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. സോ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നു എത്ര ജോലി മാറിയിട്ടുണ്ട്, എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. സോ ലെറ്റ് മീ ടെൽ യു, ഐ എം എ കോർപ്പറേറ്റ് ലോയർ. ഫസ്റ്റ് വന്നിട്ട് ഞാൻ ജോലി എന്ന് പറയുന്നത് എൻ്റെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലോ ഫേമിലാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് കേസസ് കൈകാര്യം ചെയ്യുന്ന പഴയ ഒരു ലോ ഫേമിൽ. ആ ലോ ഫേമിൽ ഞാൻ ഒരുപാട് കേസുകൾ നടത്തി പഠിക്കുകയാണ് ഉണ്ടായത്. അത് ഒരു ഇനീഷ്യൽ കുറച്ച് ഇയേഴ്സ് അതായിരുന്നു എൻ്റെ പരിപാടി. സെക്കൻഡ് വന്നിട്ട് ഒരു ബൂട്ടിക് ഫേം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ശാഖ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഫേമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് പാറ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെയാണ്. നിങ്ങൾക്കത് എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമത് വന്നപ്പം ഞാൻ ശരിക്കുള്ള കോർപ്പറേറ്റ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ റോളിലേക്ക് മാറി. അങ്ങനെ ഒരു 3 കമ്പനീസ്. ഇത് വന്ന് 25 വർഷത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ. അപ്പോൾ 2 കോർപ്പറേറ്റ് ഫേംസും 3 കമ്പനീസിലുമാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതെല്ലാം ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കമ്പനിയിൽ കുറച്ച് നാൾ, ഷാർജയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും പിന്നെ എന്താണ് കൊറോണ അങ്ങനെയൊക്കെ എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനത് നിർത്തി. ഇപ്പോൾ ഞാൻ അബുദാബിയിലിരിക്കുകയാണ്. ടെക്നോളജി ലോ സംബന്ധമായിട്ടുള്ള ഒരു കമ്പനിയുടെ കൺസൾട്ടൻ്റാണ്. അതെൻ്റെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പാണ്. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്ത് ഇതാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് പല ആ കമ്പനീസിൻ്റെ പേര് പറഞ്ഞാൽ അപ്പം നിങ്ങൾ പോയിട്ട് ആരാണ് ആ ബോസ് എന്താണെന്നൊക്കെ നോക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ പോലും ഐ ഹാവ് വർക്ക്ഡ് ഫോർ സർട്ടൺ പീരിയഡ്, അല്ലെങ്കിൽ പല കമ്പനീസിൻ്റെ കോർപ്പറേറ്റ്സിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എന്തിനാണ് മറ്റുള്ളവർക്ക് ഞാൻ കാരണം പ്രോബ്ലം ആകുന്നത്? ഐ ആം ജസ്റ്റ് ഗിവിങ് ഔട്ട് മൈ എക്സ്പീരിയൻസസ് അല്ലേ. അത് നിങ്ങൾക്ക് അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കൂ. അല്ലാതെ ചെകഞ്ഞ് മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഇവരുടെ ബോസ് ആരായിരുന്നു, അവർക്ക് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, അത് ആവശ്യമില്ല അല്ലേ. വേണോ? അത് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അതുകൊണ്ട്? സോ ചിയേഴ്സ്, കീപ് വാച്ചിങ്. ഇഫ് യു ലൈക്ക് മീ, ഫോളോ. ഓക്കെ, താങ്ക് യു.